الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد، اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകാമെന്ന് പറഞ്ഞിരിക്കുന്ന പ്രതിഫലങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ഖുതുബകളിലൂടെ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. വിശ്വാസിയായ ഏതൊരു മനുഷ്യനും അവൻ്റെ ജീവിതത്തിൽ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇബാദത്താണ് ശുദ്ധി വരുത്തുക എന്നുള്ളത്. രണ്ട് തരത്തിലുള്ള ശുദ്ധീകരണമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതിലൊന്ന് ആത്മീയമായ ശുദ്ധിയാണ്, അഥവാ ഷിർക്കിൽ നിന്ന്, ബിദ്അത്തുകളിൽ നിന്ന് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുക. രണ്ടാമത്തത് ശാരീരികമായ ബാഹ്യമായ ശുദ്ധീകരണമാണ്. അഴുക്കുകളിൽ നിന്ന്, മാലിന്യങ്ങളിൽ നിന്ന് നമ്മുടെ ശരീരത്തെ നാം ശുദ്ധി വരുത്തണം. ശുദ്ധി വരുത്തുന്ന ആളുകളെ അള്ളാഹുവിന് ഇഷ്ടമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ശുദ്ധി വരുത്താൻ വേണ്ടി അള്ളാഹു നിശ്ചയിച്ചു തന്ന രണ്ട് വഴികൾ, അതിലൊന്ന് ശരീരം പൂർണ്ണമായി വെള്ളമൊഴിച്ച് ശുദ്ധിയാവുക, അഥവാ കുളിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത് വുദുവാണ്. ശരീരത്തിലെ പ്രത്യേകമായ ചില അവയവങ്ങൾ പ്രത്യേകമായ എണ്ണം നിശ്ചയിച്ച് കഴുകി വൃത്തിയാക്കുന്നതിനാണ് മതപരമായി വുദൂ എന്ന് പറയാറുള്ളത്. വുദൂ എന്ന കർമ്മം നമ്മളെല്ലാവരും അനുഷ്ഠിക്കാറുണ്ട്. ആ കർമ്മത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ച്, പ്രതിഫലത്തെക്കുറിച്ച് കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ വളരെ വിശാലമായി മനസ്സിലാക്കുകയുണ്ടായി. ഒരു മനുഷ്യൻ വുദൂ ചെയ്യുമ്പോൾ അവൻ്റെ ഓരോ അവയവവും കഴുകിത്തീരുന്നതോടുകൂടെ
ആ അവയവം കഴുകാൻ വേണ്ടി അവൻ ഉപയോഗിച്ച വെള്ളം അവൻ്റെ അവയവത്തിൽ നിന്ന് താഴെ ഒഴുകുമ്പോൾ, താഴോട്ട് വീഴുമ്പോൾ അതിലൂടെ അവൻ്റെ പാപങ്ങൾ ഒഴുകിപ്പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. കൈ കഴുകുന്ന മനുഷ്യൻ അവൻ്റെ കൈ അവൻ കഴുകുമ്പോൾ, കഴുകി അവൻ വൃത്തിയാക്കുന്ന ആ വെള്ളം ഒഴുകിപ്പോകുന്നത് പോലെ അവൻ്റെ പാപങ്ങൾ അള്ളാഹു മായ്ച്ചു കളയും, കഴുകിക്കളയും. അവൻ്റെ മുഖമാകട്ടെ, അവൻ്റെ കാലാകട്ടെ, ഏതവയവമാകട്ടെ, ആ വുളുവെടുക്കുന്നതോടുകൂടെ പാപങ്ങളിൽ നിന്ന് സുരക്ഷിതമായ മഹത്വമേറിയ ഒരു സ്ഥാനം ലഭിക്കുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെയുള്ള ധാരാളം നേട്ടങ്ങൾ നാളെ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചക തിരുമേനിയുടെ ഉമ്മത്തിനെ പരലോകത്ത് തിരിച്ചറിയുക. അവിടെ കൊടാനുകൂടി മനുഷ്യരുണ്ടാകും. ആ മനുഷ്യരുടെ ഇടയിൽ നിന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഉമ്മത്തിനെ തിരിച്ചറിയുന്നത് വുളൂഇൻ്റെ അടയാളങ്ങളിലൂടെയായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അതൊരു ചെറിയ കാര്യമല്ല. വുളൂ എടുക്കുന്ന ആളുകളെ പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള മഹത്വങ്ങളെല്ലാം, നേട്ടങ്ങളെല്ലാം നമുക്ക് സ്വന്തമാക്കണമെങ്കിൽ നമ്മൾ എടുക്കുന്ന വുളൂ പൂർണ്ണമാണ്, ശരിയാണ്, അതിൽ അബദ്ധമില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും പഠിക്കണം. നമ്മൾ ചെറിയ കുട്ടിയായ സമയം മുതൽ ഒരുപക്ഷെ നമ്മുടെ മാതാപിതാക്കൾ അവരായിരിക്കാം ഒരുപക്ഷെ വുളൂഇൻ്റെ ബാലപാഠങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ആ പഠിപ്പിച്ച അതേ അവസ്ഥയിലാണ് പല ആളുകളും ഇന്നും വുളൂ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരാൾ വുളൂ എടുക്കുന്നത് മാറി നിന്ന് ശ്രദ്ധിച്ചാൽ പലപ്പോഴും അതിൽ അബദ്ധങ്ങൾ കാണാറുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇസ്ലാമിലെ വളരെ ചെറുത് എന്ന് തോന്നുന്ന, വളരെ നിസാരമെന്ന് തോന്നുന്ന വുളൂഇനെ കുറിച്ച് പറയുമ്പോൾ അതിൽ നമ്മുടെ അടുക്കൽ അബദ്ധമില്ല എന്ന് ഉറപ്പ് പറയാൻ നമുക്ക് പറ്റണം. ഒരാളുടെ വുളൂ ശരിയാകണമെങ്കിൽ, ഒരാളുടെ വുളൂ അള്ളാഹു സ്വീകാര്യമാകണമെങ്കിൽ 6 കാര്യങ്ങൾ അയാൾ നിർബന്ധമായും ചെയ്യണമെന്നാണ്. 6 കാര്യങ്ങൾ വുളൂഇൽ ഉണ്ടായാലേ അയാളുടെ വുളൂ ശരിയാകുള്ളൂ. അപ്പം നമ്മൾ ചെയ്യുന്ന 6 കാര്യങ്ങളാണ്. പക്ഷേ ഈ 6 കാര്യങ്ങൾ വുളൂഇൻ്റെ നിർബന്ധമായ ഘടകങ്ങളാണ്, വുളൂവിൻ്റെ ഫർളുകളാണ് എന്ന് പലർക്കും അറിയില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് മാഇദയിലെ 6-ാമത്തെ ആയത്തിലൂടെയാണ് വുളൂഇനെ കുറിച്ച് പറയുന്നത്. അല്ലാഹു പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു ഇദാ ഖുംതും ഇലസ്സലാത്തി ഫഗ്സിലു വുജൂഹകും വഅയ്ദിയകും ഇലൽ മറാഫിഖി വംസഹു ബിറുഊസികും വഅർജുലകും ഇലൽ കഅബൈൻ. ഇതാണ് വുളൂഇൻ്റെ ഫർളുകൾ. വിശുദ്ധ ഖുർആനിലെ ഈ ആയത്തിൽ പറഞ്ഞ 6 അവയവങ്ങൾ നിർബന്ധമായും വുളൂഇൽ കഴുകണം. പണ്ഡിതന്മാർ വുളൂഇൻ്റെ ഫർളുകൾ വിശദീകരിക്കുമ്പോൾ ഈ ആയത്തിനെ കൊണ്ടുവന്നു. ഈ അവയവങ്ങൾ പൂർണ്ണമായി കഴുകാത്ത ആളുകളുടെ വുളൂ ശരിയാവുകയില്ല. അതേപോലെ തന്നെ ഇത് ഫർളാണ്, ഇത് നിർബന്ധമായ കാര്യമാണ് എന്ന് എന്ത് ചെയ്യണം? ഒരാൾ മനസ്സിലാക്കണം. അതെന്തൊക്കെയാണ്? അതിലൊന്നാമത്തെ കാര്യമായി പറഞ്ഞത്, ഇദാ ഖുംതും ഇലസ്സലാ, നിങ്ങൾ നമസ്കാരത്തിന് വേണ്ടി നിൽക്കുകയാണ് എങ്കിൽ ഫഗ്സിലു വുജൂഹകും, നിങ്ങളുടെ മുഖങ്ങൾ നിങ്ങൾ കഴുകണം. അപ്പോൾ വുളൂഇൻ്റെ നിർബന്ധമായ ഒന്നാമത്തെ ഘടകം ഏതാണ്? അത് മുഖം കഴുകുക എന്നുള്ളതാണ്. നമ്മൾ വുളൂ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ മുഖമല്ല കഴുകാറുള്ളത്. ആദ്യം മുഖമല്ല കഴുകേണ്ടത്, നമ്മൾ നമ്മുടെ മുൻകൈയാണ് കഴുകാറുള്ളത്. അത് സുന്നത്തായ കാര്യമാണ്. അപ്പോൾ വുളൂവിൻ്റെ നിർബന്ധമായ ഘടകം എന്താണ്? അയാൾ മുഖം കഴുകി. അതേപോലെ തന്നെ ഖുർആനിൽ പറഞ്ഞതുപോലെ തന്നെ ഫഗ്സിലു വുജൂഹകും വഅയ്ദിയകും ഇലൽ മറാഫിഖി, അയാൾ എന്ത് ചെയ്തു? അയാളുടെ 2 കൈകളും മുട്ടുൾപ്പെടെ കഴുകി. 2 കൈകളും മുട്ടുൾപ്പെടെ കഴുകി. അതാണ് രണ്ടാമത്തെ കാര്യം. ഫഗ്സിലു വുജൂഹകും വഅയ്ദിയകും ഇലൽ മറാഫിഖി വംസഹു ബിറുഊസികും, തല തടവി. വഅർജുലകും ഇലൽ കഅബൈൻ, കാലുകൾ ഞെരിയാണി ഉൾപ്പെടെ കഴുകി. ഇതാണ് വുളൂവിൻ്റെ നിർബന്ധ ഘടകങ്ങൾ. മുഖം കഴുകണം, 2 കൈകൾ മുട്ടുൾപ്പെടെ കഴുകണം, അതേപോലെ തന്നെ തല തടവണം, അതേപോലെ തന്നെ കാലെന്ത് ചെയ്യണം? ഞെരിയാണി ഉൾപ്പെടെ 2 കാലുകളും കഴുകണം. അപ്പോൾ ഒരാൾ വുളൂ എടുക്കുന്ന സമയത്ത് ഈ 6 കാര്യങ്ങൾ അയാൾ നിർബന്ധമായും ചെയ്യണം. ഇതിലൊരു വീഴ്ച ഉണ്ടാകാൻ പാടില്ല. ഈ കഴുകേണ്ട അവയവങ്ങളിൽ ഏതെങ്കിലും ഒന്ന് കഴുകാതിരുന്നു, ഏതെങ്കിലും ഒന്നൊരാൾ ഉപേക്ഷിച്ചു, അങ്ങനെയാണെങ്കിൽ അയാളുടെ വുളൂ ശരിയാവില്ല.
അയാളുടെ വുളു നഷ്ടമായാൽ നമ്മൾ കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞ നേട്ടങ്ങൾ, പ്രതിഫലങ്ങൾ ഒന്നും നമുക്ക് നേടിയെടുക്കാനും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ എന്തു വേണം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച വുളുവിൻ്റെ ഈ നിർബന്ധമായ ഘടകങ്ങൾ നമ്മുടെ വുളുയിൽ ഉണ്ട് എന്ന് എന്ത് ചെയ്യണം? ഉറപ്പിക്കണം. ഒരുപക്ഷെ നമുക്ക് അബദ്ധങ്ങൾ സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ഒരു മേഖലയാണ്. പക്ഷെ പല ആളുകളും ഇപ്പോൾ കൈ കഴുകണമെന്ന് പറഞ്ഞു, അല്ലെ, മുട്ടുൾപ്പെടെ കൈ കഴുകണമെന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ കൈ കഴുകുന്നതിൻ്റെ വിശദീകരണം നൽകിയപ്പോൾ പ്രവാചകൻ പറഞ്ഞത് നമ്മുടെ ശരീരത്തിലെ തൊലിയിൽ വെള്ളമെത്തുക എന്നുള്ളത് അനിവാര്യമായ ഘടകമാണ്. നമ്മുടെ കൈ പൂർണ്ണമായി കൊണ്ട് നനയണം. പല ആളുകളും കൈ കഴുകുമ്പോൾ അവരെന്ത് ചെയ്യും? വെള്ളം ഇങ്ങനെ സാധാരണ കൈ കഴുകിപ്പോകും. എന്നാൽ നമ്മുടെ മുട്ടിനൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ മുട്ട് അവിടെ മടക്കുകൾ വീഴാൻ, തൊലികൾ ചുളിയാനുള്ള സാധ്യത കൂടുതലുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവിടെ കഴുകുമ്പോൾ എന്ത് ചെയ്യണം? നല്ലോണം ശ്രദ്ധിക്കണം. നമ്മുടെ കൈ ഇതേ രീതിയിൽ പിടിച്ചെന്ത് ചെയ്യണം? അവിടെ ആ ചുളിവുകളിൽ അതിൽ വെള്ളമെത്തി എന്ന് ഉറപ്പ് വരുത്തണം. പല ആളുകളും ശ്രദ്ധിക്കാറില്ല. മനസ്സിലായില്ല? അതേപോലെ തല തടവുക എന്നുള്ളത് എന്താ? വുളുവിൻ്റെ നിർബന്ധമായ ഘടകമാണ്. എത്ര തവണ തടവണം? പല തർക്കങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഹദീസിൽ വന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവാണ് വുളുവുമായി ബന്ധപ്പെട്ട ഏറ്റവും സ്വീകാര്യമായ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവാണ്. നബിയുടെ മരുമകനാണ്. നബിയുടെ 2 മക്കളെ വിവാഹം കഴിച്ച ഭാഗ്യവാനാണ്. ഒരാൾ മരിച്ചപ്പം അടുത്തയാൾ നബി കെട്ടിച്ചെടുത്ത അദ്ദേഹത്തിനാണ്. അത്രമാത്രം പ്രവാചകൻ ഇഷ്ടപ്പെട്ട ആളാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ആ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ മൗലയോട് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. അയാൾ വെള്ളം കൊണ്ടുവന്നു. ആ വെള്ളം ഉപയോഗിച്ച് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വുദു എടുത്തു, പൂർണ്ണമായി വുദു എടുത്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ വാചകം എന്താ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതുപോലെ വുദു ചെയ്യുന്നത് ഞാൻ കണ്ടു എന്നാണ്. ആ ഹദീത്താണ് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ വുദുവിന് വേണ്ടി പലപ്പോഴും വുദു പഠിപ്പിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന ഹദീത്ത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീത്തിൽ കാണാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്സഹ ബിറഅസിഹി വഉദിനിഹി മസ്ഹതൻ വാഹിദ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വുദുഇൽ തൻ്റെ തലയും ചെവിയും ഒരു തവണ തടവി എന്നാണ് ഹദീത്തിലുള്ളത്. മനസ്സിലായോ? തലയും ചെവിയും ഒരു തവണ, അതാണ് സുന്നത്ത്. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി എന്നുള്ളത്. അപ്പോൾ നോക്കൂ നിങ്ങൾ, വുദുവിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ വുദുവിലെ 6 അവയവങ്ങൾ കഴുകുക എന്നുള്ളത് നിർബന്ധമായ ഘടകമാണ്. എന്നാൽ അത് മാത്രമാണോ വുദു? അല്ല. വുദുവിൻ്റെ പൂർത്തീകരണം എങ്ങനെയാണ്? പൂർണ്ണമായ രൂപം എന്താണ്? ഒരാൾ വുദു ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അയാൾ എന്ത് ചെയ്യണം? അയാൾ ബിസ്മി ചൊല്ലുക എന്നുള്ളത് പ്രവാചകന്റെ അധ്യാപനമാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ലാ സ്വലാത്ത ലിമൻ ലാ വുദുഅ ലഹു വലാ വുദുഅ ലിമൻ ലം യദ്കുർ ഇസ്മല്ലാഹി തആല. ശ്രദ്ധേയമായ ഹദീസാണ്. ഹദീസിന്റെ ആദ്യം എന്താ? ലാ സ്വലാത്ത ലിമൻ ലാ വുദുഅ ലഹു. വുദു ഇല്ലാത്തവന് നിസ്കാരമില്ല. ഒരാൾ നിസ്കരിക്കുമ്പോൾ വുദു എടുത്തിട്ടില്ല എങ്കിൽ അയാൾ നിസ്കാരം സ്വീകാര്യമല്ല. അതേപോലെ പറയാണ്, ഒരാൾ വലാ വുദുഅ ലിമൻ ലം യദ്കുർ ഇസ്മല്ലാഹി തആല. അള്ളാഹുവിനെ ഓർക്കാത്തവൻ, ബിസ്മി ചൊല്ലാത്തവന് വുദുവുമില്ല എന്നാണ്. അപ്പം എന്ത് ചെയ്യണം? പണ്ഡിതന്മാർ പറഞ്ഞു ബിസ്മി ചൊല്ലൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. വുദുവിൻ്റെ മുമ്പ് ബിസ്മി ചൊല്ലൽ നിർബന്ധമാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. പക്ഷെ പ്രബലമായ അഭിപ്രായം എന്താ? വുദുവിൻ്റെ മുമ്പ് ബിസ്മി ചൊല്ലുക എന്നുള്ളത് സുന്നത്താണ്, ഐച്ഛികമായ കാര്യമാണ്. പക്ഷെ എന്ത് ചെയ്യണം? അത് ചെയ്താൽ വലിയ പുണ്യമുള്ള കാര്യമാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മഹാപണ്ഡിതനായ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഈ വിഷയം വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത്, ബിസ്മില്ല എന്ന് പറയൽ നിർബന്ധമായിരുന്നുവെങ്കിൽ, വുദു തുടങ്ങുന്നതിന് മുമ്പ് ബിസ്മില്ല എന്ന് പറയൽ നിർബന്ധമായിരുന്നുവെങ്കിൽ എന്ത് ചെയ്യും? അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഖുർആനിൽ നമ്മളോട് കൽപ്പിക്കും. നമ്മൾ ഖുർആനിൽ നിന്ന് മനസ്സിലാക്കിയ എന്താ? വുദു എടുക്കുന്ന സമയത്ത് യാ അയ്യുഹല്ലദീന ആമനു ഇദാ ഖുംതും ഇല സ്വലാത്തി ഫഗ്സിലു വുജൂഹക്കും. അതാണ് വുദുവിൻ്റെ നിർബന്ധ ഘടകങ്ങൾ. അതാണ് വാജിബായ, ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത ഫറളായ കാര്യങ്ങൾ. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു ബിസ്മി ചൊല്ലുക എന്നുള്ളത് എന്താ? അത് സുന്നത്തായ കാര്യമാണ്. പക്ഷെ നമ്മളത് ശ്രദ്ധിക്കണം. ഏതൊരു നല്ല കാര്യം തുടങ്ങുമ്പോഴെന്ത് ചെയ്യണം? ബിസ്മി ചൊല്ലണം. ഭക്ഷണം കഴിക്കുമ്പോൾ, അതേപോലെ ജീവിതത്തിൻ്റെ പല സന്ദർഭങ്ങളിൽ, പള്ളിയിൽ കയറുമ്പോൾ, പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ, എന്ത് നല്ല കാര്യം ചെയ്യുമ്പോഴും എന്തുകൊണ്ടായിരിക്കണം? ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. അപ്പോൾ ഒന്ന്, വുദു ചെയ്യുന്ന ആളുകൾ ആദ്യം ശ്രദ്ധിക്കണം, ബിസ്മി പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? വുദു എടുക്കണം. ഇന്നത്തെ നമ്മുടെ വുദുവിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ മതി. ഞാൻ വുദു എടുത്തപ്പോൾ ഞാൻ ബിസ്മി ചൊല്ലിയിട്ടുണ്ടോ? നിങ്ങൾ വുദു എടുത്തപ്പോൾ നിങ്ങൾ ബിസ്മി ചൊല്ലിയിട്ടുണ്ടോ? നമ്മൾ വിചാരിക്കുന്നത് എന്താ? നമ്മളിപ്പോഴും എന്തിനാ വുദുവിനെ കുറിച്ച് പറയണത്? ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ? അങ്ങനെയാണ് എങ്കിൽ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെയാണ് വുദു എടുത്തത്? അത് നമ്മൾ പരിശോധിച്ചാൽ മതി.
ബിസ്മി ചൊല്ലുക എന്നുള്ളത് പ്രവാചകന്റെ വുദൂയിലെ കാര്യമായിക്കൊണ്ട് ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. രണ്ടാമത്തെ കാര്യം എന്താ? മിസ്വാക്ക് ചെയ്യുക എന്നുള്ളതാണ്, പല്ല് തേക്കുക എന്നുള്ളതാണ്. വുദൂവിന് മുമ്പ് പല്ല് തേക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യമാണ്. പ്രവാചകൻ പറയുന്നുണ്ട്, എൻ്റെ സമുദായത്തിന് പ്രയാസമാകുമായിരുന്നില്ലെങ്കിൽ ഞാൻ എല്ലാ വുദൂവിൻ്റെ സമയത്തും പല്ല് തേക്കാൻ അവരോട് നിർബന്ധിക്കുമായിരുന്നു എന്നാണ്. മനസ്സിലായോ? അവർക്ക് ഞെരുക്കുണ്ടാകും, പ്രയാസം ഉണ്ടാകും. ആ പേടി എനിക്കില്ലായിരുന്നെങ്കിൽ എല്ലാ നമസ്കാരത്തിൻ്റെയും സമയത്ത് പല്ല് തേക്കാൻ ഞാൻ അവരോട് കൽപ്പിക്കുമായിരുന്നു, നിർബന്ധിക്കുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഹദീസിൽ കാണാൻ പറ്റും. അപ്പോൾ ചോദിച്ചാൽ നമ്മളിന്ന് വുദൂ ചെയ്ത് പല്ല് തേച്ചോ? എങ്ങനെ പല്ല് തേക്കേണ്ട? അതിന് കോൾഗറ്റും ബ്രഷൊക്കെ കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കൈ കൊണ്ട് തേച്ചാൽ മതി, നമ്മുടെ വിരലുകൾ കൊണ്ട് തേച്ചാൽ മതി. സാധാരണ അറബികൾ അവരുടെ ഇടയിൽ അറാഖ് എന്ന് പറഞ്ഞൊരു കൊള്ളി ഉണ്ടാവും. അത് പല്ല് തേക്കാൻ അവർ ഉപയോഗിക്കുന്ന അറാഖ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച അതാണ്. ഒരുപക്ഷെ നമ്മുടെ നാടുകളിൽ പോലും ഇത് വാങ്ങാൻ കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളൊക്കെ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു സുന്നത്തായ കാര്യമാണ് പല്ല് തേക്കുക എന്നുള്ളത്. ബിസ്മി ചൊല്ലണം, അതേപോലെ തന്നെ പല്ല് തേക്കുക എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. അപ്പോൾ വുദൂവിന് മുമ്പ് എന്ത് ചെയ്യണം? ഒരാൾക്ക് നിയ്യത്തുണ്ടാവണം, അയാൾ ബിസ്മി ചൊല്ലണം, അതേപോലെ തന്നെ അയാൾ എന്ത് ചെയ്യണം? അയാൾ പല്ല് തേക്കണം. പിന്നെയോ വുദൂവിൻ്റെ കർമ്മങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ആദ്യത്തെ വുദൂവിലെ കർമ്മം എന്ന് പറയുന്നത് മുൻ കൈകൾ കഴുകുക എന്നുള്ളതാണ്. നമ്മളെല്ലാവരും ഇത് ചെയ്യാറുണ്ട്. പക്ഷെ അവിടെ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യം എന്താ അറിയോ? സാധാരണ വെള്ളമെടുത്ത് നമ്മൾ കൈ കഴുകും. ഹദീസിൽ കാണാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളുടെ വിരലുകൾക്കിടയിൽ നിങ്ങൾ വെള്ളമെത്തിയെന്ന് ഉറപ്പുവരുത്തണം. നമ്മുടെ വിരലുകൾക്കിടയിൽ വെള്ളമെടുത്ത് കഴുകുമ്പോൾ നമ്മുടെ വിരലുകൾക്കിടയിലൂടെ വിരലുകൾ ഓടിച്ചെന്ത് ചെയ്യണം? അവിടെ വെള്ളമെത്തിയെന്ന് ഉറപ്പിക്കണം. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായി ഹദീസിൽ പറഞ്ഞ വിഷയമാണ്. അത് 3 തവണയാണ് മുൻകൈ കഴുകേണ്ടത്. അതേപോലെ തന്നെ വായിൽ വെള്ളം കൊപ്പിളിക്കുക എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യമാണ്. വായിൽ വെള്ളം കൊപ്പിളിക്കണം, അതെല്ലാവർക്കും അറിയാം. അതിൻ്റെ കൂടെ വായിൽ വെള്ളം കൊപ്പിളിക്കുന്നതിൻ്റെ കൂടെ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റണം, അതും അറിയാം. എന്നാൽ അവിടെ പല ആളുകളും മറന്നു പോകുന്നൊരു സുന്നത്തുണ്ട്. എന്താ സുന്നത്ത്? വായിൽ വെള്ളം കൊപ്പിളിക്കുന്നതിൻ്റെ കൂടെ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റേണ്ടത് എങ്ങനെയാണ്? ഹദീസുകളിൽ വന്നിട്ടുണ്ട്. നമ്മൾ വായിലേക്ക് വലത് കൈകൊണ്ട് വെള്ളം എടുത്തു, വായിൽ വെള്ളമാക്കി, മൂക്കിലേക്കും വെള്ളമാക്കി, മൂക്കി ചീറ്റേണ്ടത് ഇടത് കൈ കൊണ്ടാണ്, വലത് കൈ കൊണ്ടല്ല. അത് ഹദീസിൽ വന്ന വിഷയമാണ്. മൂക്ക് ചീറ്റേണ്ടത് ഏത് കൈ കൊണ്ടാണ്? ഇടത് കൈ കൊണ്ടാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതൊരു ചെറിയ കാര്യമാണ്, നിസ്സാരമായ കാര്യം. പക്ഷെ നമ്മളത് മറന്നു പോകും പല ആൾക്കാരും. അപ്പോൾ വായിൽ വെള്ളം കൊപ്പിളിക്കുന്നു, അതോടൊപ്പം തന്നെ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുമ്പോൾ ചീറ്റാൻ വേണ്ടി എന്തുപയോഗിക്കണം? ഇടത് കൈയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി എന്ന് എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ താടിയുള്ള ആളുകൾ അവരുടെ മുഖം കഴുകുമ്പോൾ എന്ത് ചെയ്യണം? മുഖം പൂർണ്ണമായി കഴുകണം. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മുഖം കഴുകുമ്പോൾ എന്ത് ചെയ്യണം? താടിയുള്ള ആളുകൾ അതിൻ്റെ ഉള്ളിൽ വെള്ളമെത്തിയെന്ന് താടി രോമങ്ങൾ ചികറ്റി എന്ത് ചെയ്യണം? കഴുകുക എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. അതേപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞു, കൈ കഴുകുമ്പോൾ നമ്മുടെ മുട്ടിൻ്റെ ഭാഗത്ത് വെള്ളമെത്തിയെന്ന് എന്ത് ചെയ്യണം? ഉറപ്പുവരുത്തണം. ഇതൊക്കെ ഹദീസിൽ പ്രവാചകൻ പഠിപ്പിച്ച കാര്യമാണ്. ഇദാ തവല്ലഅത ഫഖല്ലിൽ ബൈന അസാബിഅ യദൈക വരിജ്ലൈക. നീ എന്ത് ചെയ്യണം? നിന്റെ വിരലുകൾ വിടർത്തി കഴുകണം, നിന്റെ കാലിൻ്റെ വിരലുകൾക്കിടയിൽ വെള്ളമെത്തിയെന്ന് ഉറപ്പുവരുത്തണം. ഇതൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്. അതേപോലെ തന്നെ അവയവങ്ങളിലേക്ക് വെള്ളം ഒഴിക്കുക എന്നല്ല, അവയവങ്ങൾ തേച്ച് കഴുകുക എന്നുള്ളത് എന്താ? സുന്നത്താണ്. ശരിക്കും കഴുകണം. നമ്മൾ വെറുതെ ഇങ്ങനെ വെള്ളാക്കി പൈപ്പ് തോന്നു വെച്ച് വെള്ളാക്കി പോരല്ല വേണ്ടത്, അത് ഉരച്ച് കഴുകുക എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. അതേപോലെ തന്നെ വുദൂവിൻ്റെ സുന്നത്തിൽപ്പെട്ട കാര്യമാണ് ഏത് അവയവം കഴുകുമ്പോഴും വലതിനെ മുന്തിക്കുക എന്നുള്ളത്. ഇസ്ലാമിൽ വലിയ പുണ്യമുള്ള കാര്യം വലതിനെ മുന്തിക്കുക എന്നുള്ളത്. അത് വസ്ത്രം ധരിക്കുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ, ഉറങ്ങാൻ കിടക്കുമ്പോൾ, എല്ലാ സമയത്തും. അപ്പോൾ വുദൂവിൻ്റെ സമയത്ത് എന്ത് ചെയ്യണം? വലതിനെ. അപ്പോൾ കൈ കഴുകുമ്പോൾ എന്ത് ചെയ്യണം? വലതിനെ മുന്തിക്കണം. വലത്തെ കൈ, അതേപോലെ തന്നെ വലതുകാല്, ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്? വലതിനെ മുന്തിക്കുക എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് വുദൂ എടുക്കുന്ന സമയത്ത് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? 1 തവണ കഴുകണം. എല്ലാ അവയവങ്ങളും 1 തവണ കഴുകൽ എന്താ? നിർബന്ധമാണ്. മുഖമാകട്ടെ, അതേപോലെ തന്നെ കൈകളാകട്ടെ, കാലാവട്ടെ, 1 തവണ കഴുകൽ നിർബന്ധമാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ എത്രയാണ്? 3 തവണയാണ്. ഏത് അവയവം കഴുകുമ്പോഴും 3 തവണയാണ് കഴുകേണ്ടത്. എന്തൊഴികെ? തല ഒഴികെ, തലയും ചെവിയും ഒഴികെ. തലയും ചെവിയും 1 തവണ തടവുക എന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ പ്രവാചകൻ പഠിപ്പിച്ച രീതിയിൽ എന്ത് ചെയ്യണം? നമ്മൾ വുദൂവിൻ്റെ കർമ്മങ്ങൾ പൂർത്തിയാക്കണം. അപ്പോഴാണ് വുദൂവിൻ്റെ മഹത്വങ്ങൾ, അതിൻ്റെ പ്രതിഫലങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുക.
അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തലയും ചെവിയും ഒരു തവണയാണ് തടവേണ്ടത്. പിന്നെ ചില ആൾക്കാർ തോണ്ടലാണ്, ഇവിടെ ഇങ്ങനെ മുന്നിൽ മാത്രം ഇങ്ങനെ തോണ്ടും. അതല്ല, 2 തള്ളവിരലുകൾ നമ്മുടെ ചെവിയിൽ ചേർത്ത് വെക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, മുൻ കൈ ഇവിടെ വെച്ച് മുന്നിൽ വെച്ച് പിറകോട്ട് കൊണ്ടുപോയി പിരടി വരെ കൊണ്ടുപോയി അവിടുന്ന് തിരിച്ചു കൊണ്ടുവരണം. അതിനാണ് മസഹ എന്ന പ്രയോഗം, തടവ് എന്ന് പറയാം. പൂർണ്ണമായിട്ട് തടവണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യം എങ്ങനെയാണ്? അത് എത്ര തവണയാണ്? 1 തവണയാണ്. ചെവിയും വെള്ളം പിന്നെ തല തടവാൻ വേണ്ടി നമ്മൾ എടുത്ത അതേ വെള്ളം മതി ചെവി തടവാൻ. ഇതിന് വേറെ പ്രത്യേക വെള്ളം എടുക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഹദീസിൽ വന്ന വിഷയങ്ങളാണ്. ഹദീസുകൾ ഉദ്ധരിച്ച് പറയാൻ നമ്മുടെ മുമ്പിൽ സമയമല്ല, ജുമാ ഖുത്ബ ആയതുകൊണ്ട് തന്നെ വളരെ സമയം കുറവാണ്. ഇതൊക്കെ ഹദീസിൽ വന്ന സ്ഥിരപ്പെട്ട വിഷയങ്ങളാണ്. ഇനി അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ? ഏറ്റവും പ്രാധാന്യത്തോടു കൂടെ കാണേണ്ടത്, വലിയ പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യമാണ് വുളൂ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കുക എന്നുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത് കാണാൻ സാധിക്കും. റസൂൽ പറയാം, മാ മിൻകും മിൻ അഹദിൻ യതവല്ലഉ ഫയുഹ്സിനുൽ വുദൂഅ സുമ്മ യഖൂൽ. ഒരാൾ എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ഏറ്റവും നല്ല രീതിയിൽ എന്ത് ചെയ്തു? വുദൂ ചെയ്തു. അങ്ങനെ വുദൂവിൻ്റെ ആ കർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം അയാൾ പ്രാർത്ഥിച്ചു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനൻ്റെ വേറെ റിവായത്തിൽ മറ്റൊരു പദം കൂടെ വന്നിട്ട്, അല്ലാഹുമ്മ ജഅലനി മിനത് തവ്വാബീന വജഅലനി മിനൽ മുതതഹിരീൻ. ആ റിവായത്ത് വന്നിട്ടുള്ള ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഹദീസിലാണ്. ഈ 2 പ്രാർത്ഥനയും നിർവഹിക്കുക. ഒരാൾ എന്ത് ചെയ്തു? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന് പ്രാർത്ഥിച്ചു. ഒരാളിന് ബാക്കിയും കൂടി അല്ലാഹുമ്മ ജഅലനി മിനത് തവ്വാബീന വജഅലനി മിനൽ മുതതഹിരീൻ എന്നും പ്രാർത്ഥിച്ചു. രണ്ടായാലും കുഴപ്പമില്ല. ഈ പ്രാർത്ഥന ഒരാൾ നിർവഹിക്കുകയാണ് എങ്കിൽ ഹദീസിന്റെ പ്രയോഗം എന്താ അറിയോ? പ്രവാചകൻ പറഞ്ഞു, ഇല്ല ഫുതിഹത് ലഹു അബ്വാബുൽ ജന്ന അബ്വാബുൽ ജന്നതി സമാനിയ. സ്വർഗ്ഗത്തിന് 8 കവാടമുണ്ട്. ആ 8 കവാടവും അവൻ്റെ മുമ്പിൽ തുറന്നു വെക്കും ഈ പ്രാർത്ഥന ചെല്ലുന്ന ആൾക്ക്. എന്നിട്ടോ അവന് ഇഷ്ടമുള്ളതിലൂടെ പ്രവേശിക്കാനാണ്. യദ്ഖുലു മിൻ അയ്യിഹാ ഷാ. ഏത് വാതിലിലൂടെ വേണമെങ്കിലും എന്ത് ചെയ്യാം? അവന് സ്വർഗ്ഗത്തിൽ കടക്കാം. സുബ്ഹാനല്ലാഹ്. നോക്കൂ, നിങ്ങൾ വുദൂവിന് ശേഷം നബി പഠിപ്പിച്ചതുപോലെ വുദൂ ചെയ്തു, ഒരബദ്ധവും വരുത്താതെ വുദൂ ചെയ്തു. ആ വുദൂവിന് ശേഷം ഇങ്ങനെ ഒരാൾ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ഒരാൾ നിർവഹിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് ചെയ്യുക? സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളിൽ ഇഷ്ടമുള്ളതിലൂടെ പ്രവേശിക്കാം. ബാബു സ്വലയുണ്ട്, ബാബുൽ ജിഹാദുണ്ട്, അല്ലേ? റയ്യാൻ എന്ന് പറയുന്ന കവാടമുണ്ട്, ബാബു സ്വദഖയുണ്ട്. സ്വർഗത്തിന് അങ്ങനെ വ്യത്യസ്തമായ കവാടങ്ങൾ. അതിലേത് വാതിലിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? പ്രവേശിക്കാൻ പറ്റും. ആർക്ക്? വുദൂവിന് ശേഷം നന്നായി വുദൂ ചെയ്ത് ആ വുദൂവിന് ശേഷം ഇതേപോലെ പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ വുദൂവിന് ശേഷമുള്ള പ്രാർത്ഥന പഠിച്ചവരാകണം. അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ആളുകളാകണം. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇതേ രീതിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെ നമ്മൾ ജീവിക്കുമ്പോൾ ഒരു പ്രയാസമില്ലാത്ത കർമ്മങ്ങളാണ് ഈ പ്രാർത്ഥന. ചില മിനിറ്റ് വേണ്ട, 1 മിനിറ്റ് വേണ്ട, ഏതാനും സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് ഈ പ്രാർത്ഥന ചെല്ലാം. കൂലി എന്താ? സ്വർഗത്തിൻ്റെ 8 വാതിലും തുറക്കുക, അല്ലെ? വുദൂ ചെയ്യുമ്പോഴുള്ള പ്രതിഫലം എന്താ? അവൻ്റെ പാപങ്ങളൊക്കെ ഒലിച്ചു പോകുക. പരലോകത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ തിരിച്ചറിയുന്നു. അതേപോലെ തന്നെ വേറെ ഒരുപാട് ഹദീസുകൾ വുദൂവുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ ഖുത്ബയിൽ വിശദീകരിച്ചു. അങ്ങനെയുള്ള നേട്ടങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? സ്വന്തമാക്കാൻ സാധിക്കും. ഒരൊറ്റ കാര്യം കൂടെ ഓർമ്മപ്പെടുത്താം. പല ആളുകളും വുദൂ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നറിയോ? ഓരോ അവയവങ്ങൾ കഴുകുമ്പോൾ പ്രത്യേകമായ പ്രാർത്ഥനകൾ ചൊല്ലാറുണ്ട്. പ്രത്യേകമായ പ്രാർത്ഥനകൾ. സഹോദരങ്ങളെ, സഹോദരികളെ, ഒരു സ്വഹീഹായ ഹദീസിലും അങ്ങനെ പ്രാർത്ഥനകൾ കാണാൻ പറ്റൂല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച സ്വഹീഹായ ഒരു ഹദീസിലും നിങ്ങൾ പഠിച്ചോളൂ. ആരെയും കുറ്റം പറയാൻ വേണ്ടിയല്ല. അങ്ങനെ ചൊല്ലാമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്, ശരിയാണ്, നമ്മൾ അവരെ വിമർശിക്കാൻ വേണ്ടി പറയുന്നതല്ല. പക്ഷെ സത്യസന്ധമായി ദീന് പഠിച്ചു നോക്കൂ നിങ്ങൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന ഒരു ഹദീസിലും അതില്ല. അറബി കിതാബുകളിലുണ്ട്, അറബി ഗ്രന്ഥങ്ങളിലുണ്ട്. ഉദാഹരണത്തിന് അൽ ഗസ്ലുൽ വജ്ഹ്, മുഖം കഴുകുന്ന സമയത്ത് അല്ലാഹുമ്മ ബയ്യിദ് വജ്ഹി യൗമ തസ്വദ്ദുൽ വുജൂഹ് എന്ന് പ്രാർത്ഥിക്കണം എന്നാണ്. ഇതിനിക്ക് എവിടുന്നാ കിട്ടിയത്? ഇതൊരു കിതാബിൽ നിന്ന് കിട്ടിയതാണ്, ഇതൊരു ഗ്രന്ഥത്തിലുള്ളതാണ്. അതേപോലെ തന്നെ കൈ കഴുകുന്ന സമയത്ത് അല്ലാഹുമ്മ ആതിനി കിതാബി ബിയമീനി വലാ തുഅതിനി ബിശിമാലി. നല്ല അർത്ഥമുള്ള പ്രാർത്ഥനയാണ്, നല്ല അർത്ഥമുള്ള പ്രാർത്ഥന. പടച്ചോനെ, നാളെ പരലോകത്ത് ഗ്രന്ഥം ലഭിക്കുമ്പോൾ വലത് കൈയിൽ ഗ്രന്ഥം ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തണം. ഇടത് കൈ കൊണ്ട് ഗ്രന്ഥം വാങ്ങുന്ന ആൾക്കാരിൽ നീ എന്നെ ആക്കരുത് എന്നാണ് പ്രാർത്ഥന. വഅലൽ മസ്ഹി റഅസ്, തല തടവുന്ന സമയത്ത് അല്ലാഹുമ്മ ഹർരിം ശഅരി വബശരി അലന്നാർ. പടച്ചോനെ, എൻ്റെ തൊലിയെയും എൻ്റെ മുടികളെയൊക്കെ എന്ത് ചെയ്യണം? നരകത്തിയിൽ നിന്ന് കാത്തു രക്ഷിക്കണം. എന്ത് നല്ല പ്രാർത്ഥനയാണ്. പക്ഷെ ഇങ്ങനെയൊരു പ്രാർത്ഥന വുദൂവിലെ ഓരോ അവയവങ്ങൾ കഴുകുമ്പോൾ പ്രാർത്ഥിക്കണമെങ്കിൽ ആര് പഠിപ്പിക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കണം. ബിസ്മി ചൊല്ലണമെന്ന് പറഞ്ഞത് ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്.
തല തടവുമ്പോൾ ഇങ്ങനെ തടവണമെന്ന് പഠിപ്പിച്ചതാരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വുളുവിൻ്റെ ഓരോ അവയവങ്ങൾ കഴുകുമ്പോൾ ഇങ്ങനെ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ നമുക്ക് ചെല്ലാം. പക്ഷെ എവിടെയും കാണാൻ പറ്റില്ല. സ്വഹീഹായ ഒരു ഹദീസിലും അങ്ങനെയുള്ള പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അത് ഇസ്ലാമികമല്ല എന്ന് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. എന്നാൽ അയാൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഈ പ്രാർത്ഥന ചൊല്ലി, പടച്ചോനെ നാളെ വലത് കൈയിൽ ഗ്രന്ഥം ലഭിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ എന്നെ നീ ഉൾപ്പെടുത്തണം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമല്ല. പക്ഷെ വുദുവിന് ശേഷം വുദുവിൻ്റെ ഇടയിൽ ഈ ഒരു പ്രാർത്ഥനയുണ്ട് എന്ന് വിശ്വസിച്ച്, ഇത് നബി പഠിപ്പിച്ചതാണ് എന്ന് വിശ്വസിച്ച് ചൊല്ലിയാൽ പ്രശ്നമുണ്ട്. അതിനാണ് ബിദ്അത്ത് എന്ന് പറയാം. മതത്തിൽ നബി പഠിപ്പിക്കാത്തത് ഉണ്ട് എന്ന് പറയാം, അതിന് ബിദ്അത്ത് എന്ന് പറയാം. അത്തരം ബിദ്അത്തുകളിൽ നിന്ന് എന്ത് ചെയ്യണം? നമ്മൾ മാറി നിൽക്കുകയും ചെയ്യണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ പൂർണ്ണമായി വുദുവെടുക്കുന്ന, അതിലൂടെ വലിയ പ്രതിഫലങ്ങൾ നേടിയെടുക്കുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വുദുവുമായി ബന്ധപ്പെട്ട് ധാരാളം തെറ്റിദ്ധാരണകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതിലൊന്നാണ് സ്ത്രീകളെ സ്പർശിച്ചാൽ വുദു മുറിയുമെന്ന വിശ്വാസം. സ്ത്രീകളെ സ്പർശിക്കുക എന്നുള്ളത് വുദു മുറിയുന്ന കാര്യമല്ല. വുദു മുറിയുന്ന കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ എണ്ണി നോക്കുമ്പോൾ അതിൽ സ്ത്രീകളെ സ്പർശിച്ചാൽ വുദു മുറിയുമെന്നില്ല. ഇവിടെ ഒരു പ്രശ്നമുള്ളത്, ഒന്ന്, ഒരു പുരുഷനൊരു സ്ത്രീയെ സ്പർശിക്കാൻ അധികാരമില്ല. ഒരു പുരുഷന് അന്യയായ ഒരു പെണ്ണിനെ സ്പർശിക്കാൻ അധികാരമില്ല. ഒരു പെണ്ണിനെ തൊടാൻ തന്നെ പാടില്ല. മനസ്സിലായില്ല? തൊടാൻ തന്നെ പാടില്ല. അത് ഇസ്ലാമിൻ്റെ നിയമമാണ്. എന്നാൽ സ്വന്തം ഭാര്യയെ തൊട്ടാലോ? വുദു എടുത്ത ഒരാൾ ഭാര്യയെ സ്പർശിച്ചു, അല്ലെങ്കിൽ മകളെ തൊട്ടു, ഉമ്മയെ സ്പർശിച്ചു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു കുഴപ്പമില്ല. എന്തുകൊണ്ടാണ് കുഴപ്പമില്ല എന്ന് പറയുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വുദു ചെയ്തതിന് ശേഷം എന്ത് ചെയ്തിട്ടുണ്ട്? ഭാര്യമാരെ സ്പർശിച്ചിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബ്ബല ബഅദ നിസാഇഹി ثم خرج الى الصلاه ولم يتوضأ. ഇമാം ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസാണ്. എന്താ ഹദീസിൽ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഭാര്യമാരിൽ ഒരാളെ ചുംബിച്ചു. തുടർന്ന് അദ്ദേഹം നമസ്കാരം നിർവഹിക്കാൻ പോയി. എങ്ങനെ പോയി? അവിടുന്ന് വുദു ചെയ്തിട്ടില്ല. പിന്നെ അഥവാ വുദു ഉള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഭാര്യയെ ചുംബിച്ചു. ഇത് സ്വഹീഹായ ഹദീസാണ്. ഖബ്ബല ബഅദ നിസാഇഹി ثم خرج الى الصلاه ولم يتوضأ. ഇതാണ് ഹദീസ്. ഭാര്യനെ ചുംബിച്ചു, നബി പള്ളിയിൽ പോയി നിസ്കരിച്ചു. അതിൻ്റെ ഇടയിൽ നബി വുദു എടുത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഭാര്യനെ തൊട്ടാൽ എന്ത് ചെയ്യില്ല? വുദു മുറിയില്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, നബി രാത്രി നിസ്കരിക്കും, ആയിഷമ്മ ഉറങ്ങിയിരിക്കും. നബി ആ റൂമിൽ നിസ്കരിക്കും, രാത്രി നിസ്കാരം നിർവഹിക്കണം. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്യുന്ന സ്ഥലത്തായിരിക്കും എൻ്റെ കാലുണ്ടാകുക. നബി സുജൂദ് ചെയ്യുന്ന സ്ഥലത്ത്. അപ്പം നബി സുജൂദിലേക്ക് വരുമ്പം എൻ്റെ കാല് അവിടെ നിർത്തിട്ട് മാറ്റി വെക്കും. എന്നിട്ട് നബി അവിടെ സുജൂദ് ചെയ്യും. നിസ്കാരത്തിലാണ്. നബി നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? പിന്നെ കാലെടുത്തു. ഇമാം ബുഖാരി ധരിക്കുന്ന ഹദീസാണത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. അപ്പം നോക്കൂ നിങ്ങൾ, തൻ്റെ ഭാര്യയെ വുദുവിന് ശേഷം സ്പർശിച്ചാൽ എന്ത് ചെയ്യില്ല? വുദു മുറിയില്ല. പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അഭിപ്രായം വന്നത്? അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇത് വെറുതെ ആരെങ്കിലും ഉണ്ടാക്കി പറഞ്ഞതല്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വുദുവുമായി ബന്ധപ്പെട്ട ആയത്ത് പറയുന്ന സ്ഥലത്ത് പറഞ്ഞു, ഔലാ മസ്തുമുൻ നിസാഅ ഫലം തജിദൂ മാഅൻ ഫതയമ്മമു സഈദൻ തയ്യിബ. വുദുവിൻ്റെ തയമ്മത്തിൻ്റെയും ആയത്ത് പറയുന്ന സ്ഥലത്ത് അള്ളാഹു പ്രയോഗിച്ച പ്രയോഗമാണ്. എന്താ അതിൽ പറയുന്നത്? ഔലാ മസ്തുമുൻ നിസാഅ. അവിടുന്നാണ് സ്ത്രീകളെ തൊട്ടാൽ വുദു മുറിയുമെന്ന മസ്അല ചില പണ്ഡിതന്മാരെടുത്തത്. മനസ്സിലായില്ല? അവരെന്താ പറഞ്ഞത്? അള്ളാഹു പറയണം, അല്ലെങ്കിൽ നിങ്ങൾ സ്ത്രീകളുമായി സമ്പർക്കം നടത്തുകയോ ചെയ്തുവെങ്കിൽ, വുദു മുറിയുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾ സ്ത്രീകളുമായി സമ്പർക്കം അഥവാ ഭാര്യ ഭർത്തൃ ബന്ധം നടത്തിയാൽ എന്ത് ചെയ്യും? വുദു മുറിയും. പിന്നെ ആൾക്ക് കുളി തന്നെ നിർബന്ധമാണ്. വുദു മാത്രമല്ല, കുളിക്കൽ നിർബന്ധമാണ്. എന്നാൽ ഇതിൽ ലമസ എന്ന പദം, ലമസ എന്ന അറബി പദത്തിന് യഥാർത്ഥത്തിൽ സ്പർശിക്കുക എന്നാണ് അർത്ഥം. സ്പർശിക്കുക. അപ്പം ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഇതിൽ ഔലാ മസ്തുമുൻ നിസാഅ,
ലമസ എന്നാണല്ലോ പ്രയോഗിച്ചത്. അപ്പോൾ സ്ത്രീകളെ തൊട്ടാൽ എന്ന് എന്ത് ചെയ്തു? അവരർത്ഥം പറഞ്ഞു. ആ അർത്ഥമാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി നൽകിയിട്ടുള്ളത്. ഇമാം ഷാഫി, ഇപ്പോൾ ഷാഫി മദ്ഹബിൽ സ്ത്രീകളെ തൊട്ടാൽ വുദു മുറിയുന്നതാണ്. അതെന്തുമെന്ന് വന്നതാണ്? ഈ ആയത്തിനെ അദ്ദേഹം അങ്ങനെയാണ് വിശദീകരിച്ചത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നുണ്ട്, ഔലാ മസ്തുമുൻ നിസാ എന്ന് പറഞ്ഞാൽ അൽ ജിമാ എന്നർത്ഥം, അഥവാ ഭാര്യ ഭർത്തൃ ബന്ധം നടന്നാൽ എന്നാണ്, അല്ല സ്പർശനമല്ല എന്ന് ആര് പറയുന്നുണ്ട്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആരാ? റഈസുൽ മുഫസ്സിരീൻ അല്ലേ? റഈസുൽ മുഫസ്സിരീൻ, തഫ്സീറുകളുടെ നേതാവാണ് മൂപ്പര്. അപ്പോൾ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അവിടെ മനസ്സിലാക്കിയത് ലമസ എന്ന് പറഞ്ഞാൽ എന്താ? അത് സ്പർശിക്കാൻ. അതുകൊണ്ടാണ് അദ്ദേഹം ആ അഭിപ്രായം പറഞ്ഞത്. എന്നാൽ അതേ ഇമാം ഷാഫി പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞതിനെതിരായി പ്രമാണങ്ങൾ കിട്ടിയാൽ ഞാൻ പറഞ്ഞു നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല, പ്രമാണം നിങ്ങൾ സ്വീകരിക്കണം. അതുകൊണ്ടാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഈ അഭിപ്രായത്തെ നമ്മൾ മാറ്റിവെക്കുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ആ സ്ത്രീകളെ തൊട്ടാൽ വുദു മുറിയില്ല എന്ന് പറയണത്. ഇപ്പം ഹറമിൽ പോയിട്ട് തവാഫ് ചെയ്യുന്ന ഒരാൾ, അയാൾക്ക് സ്ത്രീകളെ സ്പർശിക്കാതെ വുദു ചെയ്യാൻ പറ്റുമോ? അത് തവാഫ് ചെയ്യാൻ പറ്റുമോ? ഒരു മനുഷ്യൻ ഒരു ഹജ്ജിൻ്റെ സമയത്ത് ഒരാൾ തവാഫ് ചെയ്യാണ്. അപ്പം ഈ മസ്അലയുമായി അവിടെ പോയാൽ ആൾക്കാർ പറയും നമുക്ക് മദ്ഹബ് മാറാന്നാ. അങ്ങനെ ഇസ്ലാമിലുണ്ടൊരു നിയമം. ഇസ്ലാമിലെ നിയമം പ്രായോഗികമാണ്. ഇസ്ലാമിലെ നിയമം എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വുദു മുറിയുന്ന കാര്യങ്ങളിൽ എന്തില്ല? സ്ത്രീകളെ സ്പർശിച്ചാൽ വുദു മുറിയുന്നില്ല. സാധാരണ പറയും പെണ്ണുങ്ങളെ തൊട്ടാൽ വുദു അല്ല മുറിയ, എല്ല് മുറിയുന്ന പറയാം. കാരണം അന്യ പെണ്ണുങ്ങളെ തൊടാൻ പാടില്ല, അത് കുറ്റം കിട്ടുന്ന കാര്യമാണ്, അത് ശിക്ഷാർഹമാണ്. വുദുവുമായിട്ട് എന്തില്ല? അതിന് ബന്ധമില്ല. എന്നാൽ മഹാഭൂരിപക്ഷം പണ്ഡിതന്മാർ പറഞ്ഞു വൈകാരികമായിട്ടുള്ള രീതിയിലുള്ള ബന്ധമാണ് എങ്കിൽ അത് അയാളുടെ വുദുവിനെ ബാത്തിലാക്കുമെന്നും പണ്ഡിതന്മാർ പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക? അത് നമ്മൾ സ്വീകരിക്കാം. പ്രവാചക തിരുമേനി വിരോധിച്ചൊക്കെ ഒഴിവാക്കാം. ഇപ്പോൾ വുദുവിൻ്റെ വിഷയത്തിൽ വളരെ ലളിതമാണ്. നമ്മുടെ ജീവിതത്തിൽ ദിനേന നമ്മൾ കൊണ്ടു നടക്കേണ്ട ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തായി നമ്മളത് മനസ്സിലാക്കുക. വുദു ചെയ്യുന്ന സമയത്ത് വെള്ളം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ധൂർത്തുണ്ടാകാൻ പാടില്ല. പ്രത്യേകിച്ച് നമ്മൾ പള്ളിയിലൊക്കെ വെള്ളം ഉപയോഗിക്കുമ്പോൾ കുട്ടികളൊക്കെ നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യം, പൈപ്പ് നന്നായി തുറന്നു വെച്ച് വെള്ളം കളഞ്ഞ് അതിൻ്റെ പേരിൽ എന്ത് ചെയ്യാൻ പാടില്ല? ഒരു പടച്ചോൻ അള്ളാഹുവിൻ്റെ അടുക്കൽ കുറ്റം കിട്ടുന്നൊരവസ്ഥ ഉണ്ടാക്കാൻ പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മുദ്ദു വെള്ളം കൊണ്ട് എന്ത് ചെയ്യും? വുദു കൊടുക്കുന്നു. ഒരു മുദ്ദെന്ന് പറഞ്ഞാൽ കുറച്ചൊരു നല്ല തടിയൊക്കെ ഉള്ളൊരു മനുഷ്യൻ, നല്ല ആരോഗ്യമുള്ളൊരു മനുഷ്യൻ, ഒരു പ്രായമൊക്കെ ഉള്ള ഒരു മനുഷ്യൻ, അയാളുടെ ഒരു കൈക്കുമ്പോൾ വെള്ളം ഇങ്ങനെ നമ്മൾ കൈ കൂട്ടിപ്പിടിച്ചാൽ അതിലെത്രയാണോ വെള്ളം കിട്ടുക ആ വെള്ളം കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുദു ചെയ്തതെന്നാണ്. നബി വുദു ചെയ്തത്. നിങ്ങൾ ആഫ്രിക്കയിലുള്ള ആളുകളുടെ വുദു ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി. അവർ ചെറിയൊരു ഗ്ലാസ് വെള്ളം എടുത്ത് വുദു ചെയ്യും. അവർ നമ്മളെ പള്ളിയിൽ വന്നാൽ ഒരു കപ്പ് എടുത്തിട്ട് എന്ത് ചെയ്യുക? അവർ വുദു ചെയ്യുക. കാരണം അവർക്ക് വെള്ളത്തിൻ്റെ വില അറിയും, നമുക്കത് അറിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ വുദു ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു കണക്ക് ഈ അടുത്ത കാലത്ത് ചില ആൾക്കാരൊക്കെ പറഞ്ഞു, ഏകദേശം ഒരാൾ പൈപ്പ് തുറന്ന് വുദു എടുക്കുമ്പോൾ എത്രയോ ലിറ്റർ വെള്ളം വെറുതെ ഒരാവശ്യമില്ലാതെ കളയുന്നത്. അപ്പോൾ ആ മേഖല എന്ത് ചെയ്യണം? നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീന് കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുണ്ട്, അല്ലാഹു എല്ലാവർക്കും ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് അല്ലാഹു ജോലി നൽകി അവരെയും അവരുടെ കുടുംബത്തെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ജയിലുകളിൽ നിരപരാധികളായി കഴിയുന്ന ധാരാളം മനുഷ്യരുണ്ട്, അല്ലാഹു അവർക്ക് മോചനം നൽകുമാറാകട്ടെ. അവരുടെ കുടുംബത്തിന് അല്ലാഹു സമാധാനം നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.